അപ്പോൾ നമ്മുടെ വണ്ടിയിൽ കയറ്റിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സംഭവമാണ് കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത്. അതിനർത്ഥം ഈ ഫില്ലർ നമുക്ക് റീപ്ലേസ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ അഴിക്കലും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇടിച്ചിട്ടാണ് നിൽക്കുന്നത് ഡോറ്. ഒരു തുള്ളി പോലും ഗ്യാപ്പില്ലാണ്ട് നിൽക്കുന്നുണ്ട്. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇഞ്ചസ് ഈ ഒരു ഭാഗം ബാക്കോട്ട് പോയെന്നാണ്. ഈ ഒരു ഭാഗം ബാക്കോട്ട് പോയ കാരണമാണ് ഈ ഒരു കംപ്ലൈൻറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ വേറെ ഒന്നല്ല, ഇത്രയും ബാക്ക് വന്നാൽ പിന്നെ ബാക്കോട്ട് വന്നിരിക്കില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇത് ഫുള്ള് ഡോറുകൾ അയച്ചെടുക്കണം, ഡാഷ്ബോർഡ് അയക്കണം, ഫസ്റ്റ് ഗ്ലാസ് അയക്കണം. അതിനുശേഷം ഇതിൻ്റെ ഔട്ടർ ഫ്രെയിം വാങ്ങിയിട്ടുണ്ട്. ഔട്ടർ ഫ്രെയിം അലൈൻ ചെയ്തിട്ടാണ് ഇതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യണത് കേട്ടോ. ഗ്ലാസ്സുകൾ നമ്മൾ സിൽക്കോൺ കട്ട് ചെയ്യുകയാണ്. രണ്ട് വണ്ടി നിർത്തല്ലേ അവിടെ പുതിയ നമ്മുടെ ആനന്ദ് ഭായി ഇന്ന് പോകണട്ടാ, ഇന്ന് ലീവിന് പോകണേ അവൻ. कब आएगा आनंद रिटर्न? एक महीने के बाद എന്താ സന്തോഷം നോക്കിയാ എൻ്റെ ഹാപ്പി ആണ്. അപ്പോൾ ഇന്ന് 2:30 എൻ്റെ ട്രെയിൻ. ഇവൻ പണിയൊന്നും എടുക്കണ്ടെന്ന് പറയുമ്പോൾ പണിയെടുത്തോണ്ടിരിക്കുക. മേ കാം കന്നെ നെയ് പോലെയാണ്. ഡാഷ്ബോർഡ് കാര്യങ്ങൾ നയിക്കുന്നുണ്ട് ഇതിൻ്റെ. സൗണ്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സ്പോഞ്ച് കുത്തി നിറച്ചിട്ടുണ്ട് കേട്ടോ. ഇതേപോലുള്ള വയറിങ് ഇപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വണ്ടിയിൽ ചെയ്യരുത് കേട്ടോ. കാരണം ഇത്രയധികം വയറിങ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഷോർട്ട് സർക്യൂട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. ലെങ്ത്തായിട്ട് വയറിടരുത്. എത്രയാണ് ആവശ്യം അത്രത്തോളം ഇടാൻ ശ്രമിക്കുക. ലെങ്ത്തായിട്ട് വയറിടുമ്പോൾ ഓട്ടോമാറ്റിക്കലി വയർ ചൂടാനുള്ള ടെൻഡൻസി കൂടും. ഇത് നോക്കിയേ, ഒരുപാട് വയറാണ് ഇതിൻ്റെ ഉള്ളിൽ ചെയ്തിരിക്കണത് കേട്ടോ. ഇതിന് എത്രത്തോളം വയർ കൂട്ടിയിട്ട് ഈ കായ്ക്കലി ഇतना ज़्यादा വയർ डाल के रखा है तो ये ഇതൊന്ന് ഇതാവണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. या ऐसा लीकेज आएगा तो फिर शॉर्ट आएगा. നമ്മളൊരു പണി ചെയ്യുമ്പോൾ മെയിനായിട്ട് കുടുങ്ങിയ മെയിനായിട്ട് വേണ്ടതാണ് സ്പേസാണ്. അപ്പോൾ ഫ്രെയിം തള്ളണം, ഇപ്പോൾ നമുക്ക് ജാക്ക് വെച്ചിട്ടൊക്കെ തള്ളണം. പിന്നെ അത് മാത്രമല്ല, പണി ചെയ്യുമ്പോൾ നമുക്ക് സ്പേസ് ഉണ്ടാക്കണമെങ്കിൽ എല്ലാ സാധനങ്ങളും അയക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ ഡാഷ്ബോർഡ്, അതേപോലെ സീറ്റ്, അതേപോലെ ഫ്ലോർ, ഇന്നറിൽ വയറിങ്ങിൻ്റെ ആ ഭാഗങ്ങൾ, അതേപോലെ ഗ്ലാസ്, ഇപ്പോൾ സൈഡിലെ ഡോറ്, അപ്പോൾ അതൊക്കെ അഴിച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഫില്ലർ ലെവൽ ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾക്ക് ഈ ഒരു ഫിറ്റിങ്ങിൽ തന്നെ ഇപ്പോൾ അടിയിലേക്ക് പോയണ ഒരു ഇതുണ്ടല്ലോ, അത് മുകളിലേക്ക് ഉയർത്തേണ്ടതായിട്ടുണ്ട്. നമ്മളവിടെ ഉയർത്തിയപ്പോൾ തന്നെ നേരത്തെ നിങ്ങൾ കണ്ടിരിക്കും അതിൻ്റെ ഡോറിൻ്റെ ആ ഗ്യാപ്പ് കുറഞ്ഞു. പക്ഷേ ഇനിയും പോകാനുണ്ട്.
അടിച്ചോ. गाड़ी के अंदर बीच में लगे नहीं इधर लगे अंदर അപ്പോൾ നമ്മുടെ ഈ ഒരു വണ്ടിയുടെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഈ ഒരു രീതിയിൽ ഫിനിഷ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുമ്മയാണ് നമ്മൾ മെയിൻ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഔട്ടറിലെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ വരണത് കേട്ടോ. ഇതിൻ്റെ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത്, കാരണം ഇതിൻ്റെ ഉള്ളറിയാം ഒരു പൊള്ളമാരിയാണ്. അപ്പോൾ ലെവലും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അത് കട്ട് ചെയ്തെടുത്തിട്ട് ലെവലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്തു. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടെ പ്ലേറ്റ് രണ്ടാമത് വെൽഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ. ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഏകദേശം കറക്റ്റായി കൊണ്ട് വരുന്നുകൊണ്ടിരിക്കുന്നു. ഇനി ഫ്രെയിം മാറ്റിയതിന് ശേഷം ഇപ്പോൾ കുത്തുകൊടുത്ത് ടൈറ്റ് നിർത്തിയേക്കാണ്. മാറ്റിയതിന് ശേഷമാണ് ബാക്കി വർക്കുകൾ കേട്ടോ. അപ്പോൾ ആ ഒരു ഫില്ലറും നമുക്കിവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ചെറിയൊരു ഡെൻറ്റ് വന്നിട്ടുണ്ട്, പാഴ്സലിൽ പറ്റിയതാണ്. എന്നാലും കുഴപ്പമില്ല, നല്ല പുതിയതാണ്. ഒറിജിനൽ നമ്മുടെ കമ്പനി വരുന്നത് തന്നെയാണ് കേട്ടോ, ടൊയോട്ടയുടെ ആണ്. അപ്പോൾ അതിവിടെ കയറ്റണം. ഫുള്ളായിട്ട് കട്ട് ചെയ്യില്ല, ഇപ്പോൾ ഇത്രയും നമ്മളിവിടെ കട്ട് ചെയ്യില്ല. കാരണം നമ്മളിപ്പോൾ ഒരു വണ്ടി ഇപ്പോൾ ഇങ്ങനെ പാച്ച് വർക്ക് ചെയ്യുമ്പോൾ ചിലവർ പറയും ഇൻഷുറൻസ് ചെയ്യണതല്ലേ മൊത്തത്തിൽ അങ്ങോട്ട് ചെയ്തേക്കാൻ പറയും. പക്ഷേ അങ്ങനെ ചെയ്യരുത്. ഇപ്പോൾ അപ്രാം റീപ്ലേസ് ചെയ്യണം, അപ്രാം കാര്യങ്ങൾ മാത്രം മാറ്റാം. ഇപ്പോൾ ഈ ഫ്രണ്ടേജ് ഇടിച്ചിട്ടുണ്ടെങ്കിൽ ചിലവർ അപ്രാം ചെറിയൊരു ഡെൻറ്റ് വന്നിട്ട് അപ്രാം ഫുള്ള് റീപ്ലേസ് ചെയ്യും. അപ്രാം ഫുള്ള് റീപ്ലേസ് ചെയ്യുമ്പോൾ എന്തുണ്ടാവുമെന്ന് വെച്ചാൽ ഒരുപാട് വെൽഡിങ് വരുന്നുണ്ട് ഈ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത്, സ്പോട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ആ സ്പോട്ടുകളൊക്കെ നമ്മൾ രണ്ടാമത് നോർമൽ വെൽഡിങ്ങാണ് ചെയ്യണത്. ഒരു വണ്ടി ബോഡി നമ്മൾ നമ്മുടെ കമ്പനിയിൽ നിന്ന് ഇറക്കുമ്പോൾ അത് ലിക്വിഡ് ട്രീറ്റ്മെൻറ്റ്, അതായത് റെസ്റ്റ് വരാണ്ടിരിക്കാനായിട്ട് ഒരു സംഭവത്തിന് മുക്കിയെടുക്കുന്നൊക്കെ ചിലർ വീഡിയോ ഉണ്ടാവും. അതേപോലെ ട്രീറ്റ്മെൻറ്റ് വെൽഡിങ് ചെയ്തിട്ടാണ് വരുന്നത്. നമ്മൾ ആ ഒരു വണ്ടി തട്ടിയെന്നും പറഞ്ഞാൽ അവൻ്റെ എല്ലാ ഭാഷയും ഇങ്ങനെ ജോയിൻറ്റുകളൊക്കെ വെൽഡ് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ ആ വണ്ടിക്ക് ലൈഫ് കുറയും. അതായത് റെസ്റ്റ് വരാനുള്ള ടെൻഡൻസി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വരാനുള്ള ഒരു ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു വണ്ടിമ്മ ചെയ്യണത് ആവശ്യത്തിന് എവിടെയാണ് നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടത് ആവശ്യം അവിടെ മാത്രം ഈ ഒരു പീസിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ചെയ്യണത് കേട്ടോ. ഇതിപ്പോൾ ഹൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്യണത് നിങ്ങൾ നേരത്തെ കണ്ടിരിക്കും. അപ്പോൾ അത് ഏകദേശം ഈ ഒരു വർക്ക് ഇൻ പ്രോഗ്രസ് ആയി നിൽക്കുന്നു. ഓക്കെ, അങ്ങനെ ആ പീസ് നമ്മളിത് അലൈൻ ചെയ്ത് ഇപ്പോൾ വെച്ചിരിക്കുകയാണ് കേട്ടോ. അലൈൻ ചെയ്ത് കയറ്റിയിട്ടുണ്ട്. നേരത്തെ കണ്ട ഒരു അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് ഈ ഒരു അവസ്ഥയിലാക്കിയിട്ടുണ്ട് കേട്ടോ. പുതിയ പാർട്സ് തന്നെയാണ് നമ്മളത് റീപ്ലേസ് ചെയ്തിരിക്കുന്നത്. അതെ, ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾക്ക് ഹൈറ്റ് ചെയ്യണം, ഇതായിട്ട് മാച്ച് ചെയ്യിക്കണം ഇതിനെ. അതേപോലെ തന്നെ മെഷർമെൻറ്റ് നോക്കണം, ക്വാണ്ടിറ്റിയിട്ടുള്ള മെഷർമെൻറ്റ് നോക്കണം, ഗ്ലാസ് ഇതായിട്ടുള്ളത്. അതേപോലെ തന്നെ ഡോറ് സെറ്റ് ചെയ്തിട്ട് ഡോറിൻ്റെ അലൈനും കറക്റ്റ് ചെയ്യണം. ഇത് കട്ട് ചെയ്തിട്ട് ഇവിടെ ജോയിൻറ്റ് ക്ലിയർ ചെയ്യണം. ഔട്ടർ മാത്രം വെൽഡിങ് വരണുള്ളൂ, ഇന്നർ ഓൾറെഡി ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ഇത് സെറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പൂർത്തീകരിച്ചിട്ടുള്ള വീഡിയോ, ഇത് ഫുള്ള് ഇപ്പോൾ പണിതേ ഇത്രത്തോളം ആയി നിൽക്കുന്നു. അപ്പോൾ ഇതിപ്പോൾ ഫുള്ളായിട്ട് വർക്ക് ചെയ്ത് ഭയങ്കര വീഡിയോ ലെങ്ത്തായി പോകും. ഇതേപോലെ ഇത് അലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലുള്ള ഇടികളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ മാക്സിമം ആ ഒരു പാർട്സ് നമ്മൾ അത്രയും ചതഞ്ഞു പോയ പാർട്സാണ്, വലിഞ്ഞു പോയി എന്നൊക്കെ പറയും, മെറ്റലാണ്. അപ്പോൾ അത് നമ്മൾ എന്തായാലും റീപ്ലേസ് ചെയ്യണം. ഒന്നല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് ആ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് റീപ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലെ പുതിയ ഇത് വാങ്ങിയിട്ട് ഇതേപോലെ അടിച്ച് സ്പോട്ടുകളടിച്ച് അലൈനെ കറക്റ്റ് ചെയ്തിട്ട് റീപ്ലേസ് ചെയ്യാം. അതുമ്പോൾ തന്നെ നമ്മൾ പണിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലർ അതുമ്പോൾ തന്നെ പണിതിട്ടാണ് ഒരുപാട് പുട്ടിയും അതേപോലെ തന്നെ ഒരുപാട് ഹോൾസൊക്കെ വരും. പിന്നീട് ആ ഏരിയ കാണുമ്പോൾ തന്നെ ഒരു ഫിനിഷിങ് ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനാണ് നമ്മൾ ഇതേപോലെ റീപ്ലേസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ ചെയ്യുമ്പോഴാണ് അതിനൊരു പണിക്കൊരു തൃപ്തിയും വരുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്യുന്ന ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബൊക്കെ ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഇനിയിപ്പോൾ ഫൈനലായിട്ടുള്ള വീഡിയോസ് അടുത്തടുത്ത വ്ളോഗുകളിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.